വിയൂർ ജയിലിന്റെ സമീപത്തു നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പിടിയിലായിരിക്കുന്നു. തെങ്കാശിയിൽ വാഹന പരിശോധനയ്ക്കിടയിലാണ് ബാലമുരുകൻ പിടിയിലായത്. ഊത്തുമലയിൽ വാഹന പരിശോധനയ്ക്കിടെ പിടിയിലാവുകയായിരുന്നു. MS ലിഷോയ് വിവരങ്ങളുമായി ചേർന്നു. ലിഷോയ് കൊടും കുറ്റവാളിയാണ്. 5 കൊലപാതകങ്ങളടക്കം 53 കേസുകളിലെ പ്രതിയായ ബാലമുരുകൻ 1.5 മാസം മുൻപാണ് ചാടിപ്പോകുന്നത്. ഇപ്പോൾ അയാൾ പിടിയിലായിരിക്കുന്നു. എപ്പോഴാണ് പിടിയിലായത്? അതായത് തമിഴ്നാട് പോലീസ് ഇയാൾ ചാടിപ്പോയത് മുതൽ തന്നെ പരിശോധനയിലായിരുന്നു. കാരണം തമിഴ്നാട്ടിലേക്ക് കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയതിനു ശേഷം തിരികെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് വിയൂർ ജയിലിന്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ ഇയാൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടിയത്. ഈ സമയത്ത് ഇയാൾക്ക് കൈവിലങ്ങ് അണിയിച്ചിരുന്നുമില്ല. പിന്നീട് തൃശൂർ ഭാഗത്ത് വിയൂർ ഭാഗത്ത് തന്നെ കേരള പോലീസും തമിഴ്നാട് പോലീസും ഒക്കെ തന്നെ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ ഇയാൾ അവിടെ നിന്നും ഒരു സ്കൂട്ടർ മോഷ്ടിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഒരു നിഗമനം. അങ്ങനെ കേരള പോലീസിന്റെ അന്വേഷണം പിന്നീട് തമിഴ്നാട് പോലീസും അന്വേഷണം നടത്തിയിരുന്നു. തമിഴ്നാട് പോലീസിന്റെ അന്വേഷണം പിന്നീട് തെങ്കാശി മേഖലയെ കേന്ദ്രീകരിച്ചായിരുന്നു നടത്തിയിരുന്നത്. കാരണം ഇയാൾ വീട്ടിലേക്ക് വരുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അങ്ങനെ തെങ്കാശി മേഖല കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിൽ ഇയാൾ വീടിന് പരിസരത്തേക്ക് എത്തുകയും പിന്നീട് പോലീസിന്റെ കണ്ണിൽ പെട്ടതോടുകൂടി ഇയാൾ ഓടി ഈ വനപ്രദേശത്തിനുള്ളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വ്യാപകമായി പരിശോധന നടത്തിയിരുന്നെങ്കിലും 1.5 മാസത്തോളമായി ഇയാളെ കണ്ടെത്താനായി കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് പുലർച്ചെയാണ് വാഹന പരിശോധനയ്ക്കിടെ ഇയാളെ പിടികൂടിയത്. തെങ്കാശിയിൽ നിന്ന് തന്നെയാണ് ഇയാളെ വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത്. പോലീസ് ഇപ്പോൾ തമിഴ്നാട് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർന്ന് അവിടെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രൊട്ടക്ഷൻ വാറന്റ് ഉൾപ്പെടെയുള്ളവ ഹാജരാക്കിയ ശേഷം പിന്നീട് വിയൂരിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. പക്ഷേ എപ്പോൾ വിയൂരിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ നിലവിൽ തമിഴ്നാട്ടിൽ തെങ്കാശിയിലാണ് ഇപ്പോൾ ബാലമുരുകനുള്ളത്. ശരി ലിഷോയ്, കൊടും കുറ്റവാളിയായ ബാലമുരുകനെ കഴിഞ്ഞ 1.5 മാസമായി തമിഴ്നാട് പോലീസ് തിരയുകയായിരുന്നു. തെങ്കാശിയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ബാലമുരുകൻ പിടിയിലായത്. 5 കൊലപാതകങ്ങൾ ഉൾപ്പെടെ 53 കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.